ജാസ്മിൻ വളരെ മാന്യമായിട്ട് നെവിന് ഒരു ഉപദേശം കൊടുത്തിരിക്കുകയാണ്. നെവിൻ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നെവിന് തന്നെ ആയിരിക്കും അത് ഗുണം ചെയ്യാൻ പോകുന്നത്. ജാസ്മിൻ അത് പറയുകയും ചെയ്തു, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നീ കലോറി ഡെഫിസിറ്റ് ചെയ്യുക, നീ കുറച്ച് തീറ്റ കുറയ്ക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് വളരെ മാന്യമായ രീതിയിലാണ് പറഞ്ഞത്. നീ ആ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക, കാരണം ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് കൊണ്ടുപോക്കുന്നത്. അപ്പോൾ നീ മാത്രം ഒറ്റയ്ക്ക് കുറേ അധികം ഭക്ഷണം അടിച്ചു മാറ്റി കഴിക്കുന്നത് ശരിയല്ല എന്നാണ് ജാസ്മിൻ ഉദ്ദേശിച്ചത്. ജാസ്മിൻ അതാണ് വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞത്. അപ്പോൾ നീ ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ നെവിൻ പറയുന്നുണ്ട്, ഞാൻ നിർത്തി, ഞാൻ ഇന്ന് മുതൽ ഡയറ്റിംഗ് ആണ്, ഞാൻ ഷുഗർ കട്ടാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞു, എടാ നീ ഭക്ഷണം കഴിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് കലോറി ഡെഫിസിറ്റ് ചെയ്താൽ മതി. ഇത്രയും ആൾക്കാർ നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീടാണല്ലോ, അപ്പോൾ എല്ലാവർക്കും കൊണ്ടുവെക്കുമ്പോൾ ഒരുപാട് ഓവറായിട്ട് എടുത്ത് കഴിക്കാതിരുന്നാൽ മതി എന്ന ഒരു സൂചന ജാസ്മിൻ കൊടുക്കുന്നു. വളരെ മാന്യമായിട്ടാണ് കേട്ടോ പറഞ്ഞത്. ജാസ്മിൻ നെവിൻ്റെ അടുത്ത് മാത്രമല്ല വേറെ പലർക്കും അവിടെ ഉപദേശം കൊടുക്കുന്നുണ്ട്. സാബുമാനോട് ഇനിയെങ്കിലും ഗെയിം കളിച്ച് തുടങ്ങുക എന്ന് പറയുന്നു. അതിലൂടെ നൂറേനും അടുത്ത് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇവർ ദിയാസനയും ജാസ്മിനും വീട്ടിലേക്ക് കയറിയപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു. എന്തായാലും അവരിപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ച് ഇറങ്ങി പോയിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേരുടെ ഫാമിലി കയറാനുണ്ട്. അതൊക്കെ കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.